ആമസോൺ കാടുകളിൽ ഒരു ചിത്രശലഭം അതിൻ്റെ ചിറകിളക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു മേഖലയിൽ ഭൂകമ്പത്തിന് കാരണമായേക്കാം എന്നൊരു പറച്ചിലുണ്ട്. അത് തമാശ പറയുന്നതാണ്. എന്ന് വെച്ചാൽ അതിനെ ആ അർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. അവിടെ ഒരു ചിത്രശലഭം ചിറകിളക്കിയാൽ ഉടനെ മറ്റേതെങ്കിലും ഭാഗത്ത് ഭൂകമ്പമോ സുനാമിയോ ഉണ്ടാകും എന്ന് അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. പക്ഷേ ഇത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഭൂമി ആകെ തന്നെയും എന്ന ഒരു വിശാലമായ തത്വമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. ഇതിപ്പോൾ തന്നെ സുജിത്ത് പറഞ്ഞതുപോലെ അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പ്രാണി സംരക്ഷിക്കപ്പെടുന്നത്, നിയമനിർമ്മാണം വഴി സംരക്ഷിക്കപ്പെടുന്നത് എന്ന ചോദ്യം വന്നാൽ അത് അവർക്ക് ഈ പറയുന്ന മനുഷ്യരാശിക്ക് ആ ആ ഒരു തേനീച്ചയെ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്. ആ തേനീച്ച അവിടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ തേനീച്ചയുടെ തേന് വലിയ ഔഷധ ഗുണമുള്ളതാണ് എന്ന് പറയുന്നു. അവിടുത്തെ എത്നിക് ഗോത്ര വിഭാഗങ്ങൾ അതിൽ വലിയ കൾച്ചറലി തന്നെ സാംസ്കാരികമായിട്ട് ഈ തേനീച്ചക്ക് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൻ്റെ ഒരു കാര്യം എന്ന നിലക്ക് അതിനെ കാണുമ്പോൾ തന്നെയും ഒരു കൗതുകമുള്ളത്, നമുക്ക് ആവശ്യമില്ലാത്ത ജീവികളൊക്കെ നമ്മൾ കൊന്നുകളയാറാണ് പതിവ്. ഇവിടെ മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത ജീവികൾ ഒരുപാട് ഇല്ലാതായി പോയിട്ടുണ്ട്. പക്ഷേ മനുഷ്യർക്ക് ആവശ്യമുള്ള ജീവികളെ നിയമം മുഖേനയും നിലനിർത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനും പ്രത്യുൽപാദനം നടത്താനും വംശാവലിക്ക് തുടർച്ചയുണ്ടാകാനുമുള്ള നിയമസംരക്ഷണം ഇനി മുതൽ ഈ തേനീച്ചകൾക്ക് കിട്ടും. ഭൂമി മനുഷ്യൻ്റെ മാത്രം സ്വത്തല്ല, മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാണ് എന്ന വിശാലമായ ആശയവും തത്വവിചാരവും ഈ നിയമനിർമ്മാണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി പ്രഖ്യാപനങ്ങളിലൊന്നായി കണക്കാക്കുന്നത് തോക്കും ആവി വണ്ടിയുമുള്ള അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കയിലെ ആദിമ ജനതയായ റെഡ് ഇന്ത്യക്കാരുടെ രാജാവായ സിയാറ്റിൽ മൂപ്പൻ എഴുതിയ കത്താണ്. മണ്ണും വെള്ളവും കാറ്റും വന്യജീവികളുമെല്ലാം മനുഷ്യനോടൊപ്പം ഈ ഭൂമിയിൽ സഹജീവിക്കുന്നവയാണ്. അതിനൊന്നും നമുക്ക് വിലയിടാനാകില്ല. ഞങ്ങൾ ഭാവി പീഡകളെക്കുറിച്ച് ചിന്തിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും സുരക്ഷിതമായ ഈ നല്ല ഭൂമി വേണം എന്നിങ്ങനെ മനുഷ്യവംശത്തിന് എന്നേക്കും ഈടുവെപ്പായ വരികളായിരുന്നു ആ കത്തിൽ. ആ കത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയരുന്നുണ്ട് പെറുവിലെ 2 മുനിസിപ്പൽ സർക്കാരുകൾ നടപ്പാക്കുന്ന ഈ പുതിയ നിയമം. ഒരു തേനീച്ചയ്ക്ക് മനുഷ്യകുലത്തോട് എന്ത് ചെയ്യാനുണ്ട് എന്ന വലിയ അർത്ഥവത്തായ ചോദ്യം നമുക്കും സ്വയം ചോദിക്കാം. പുല്ലും പുഴുവും എറുമ്പും ശലഭവുമെല്ലാം നമ്മുടെ വംശവൃക്ഷത്തിലെ ചില്ലകളാണ് എന്ന തിരിച്ചറിവിലേക്ക് ലോകം ഉയരുമ്പോൾ നമ്മളും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും നിയുക്തരാക്കപ്പെട്ട മനുഷ്യർ എന്ന തിരിച്ചറിവിലേക്ക് ഈ ലോകം ഉയർക്കും. ആ ലോകത്തിൽ ചിലപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവില്ലായിരിക്കും.